ചില ഉൾനാടുകളില് ഈ ദേഹത്തെ മുറിവേൽപ്പിക്കുന്ന കുത്തുരാത്തീവിനെ പോലത്തെ സീഡികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റി ഉസ്താദ് കുറച്ച് വിവരിച്ചിരുന്നത് നന്നായിരുന്നു. കുത്തറാത്തീബ് കുത്തുബാത്തീബ് എന്ന് പറയുന്നത് ഈ ജിഫായി ത്വരീഖത്തിന്റെ ആളുകൾ അങ്ങനെ നടത്തുന്നത്. ജിഫായി ത്വരീഖത്ത് എന്നൊരു ത്വരീഖത്തിൽ അങ്ങനെ ഇടപാട് ചിലതുണ്ട്. ദിക്ർ ചെല്ലുന്ന സമയത്ത് കുത്തി മുറിവേൽപ്പിക്കുന്ന. പഴയ കാലത്ത് ഇത് റിഫായി ഷെയ്ഖിന്റെ ആളുകൾ റിഫായി ഷെയ്ഖ തങ്ങളുടെ കറാമത്ത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ്. അവർ ദിക്ർ ചൊല്ലുകയും റിഫായി ഷെയ്ഖ് തങ്ങൾ അവർകളെ വിളിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ മുറിവേൽപ്പിച്ച മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുകയും റെഡിപ്പെടുകയും ചെയ്യും. അപ്പൊ ഷെയ്ഖ് തങ്ങൾ അവർകൾ നല്ല കഴിവുള്ള ആളാണെന്നും ഷെയ്ഖ് തങ്ങൾ അവർകളെ വിളിക്കുന്നതിൽ ഫലമുണ്ട് എന്നും ജനങ്ങൾക്ക് ബോധ്യമാകും. ഇതനുസരിച്ച് റിഫായി ഷെയ്ഖ് അവർകളുടെ നല്ല വലിയ സ്ഥാനവും അതുപോലെ കറാമത്തുകളൊക്കെ സ്ഥിരപ്പെടും. ഇതിനു വേണ്ടിയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഏതായാലും ഒരു കർമ്മം എന്ന നിലയ്ക്ക് നടത്തുന്നവർ ഏത് ഉദ്ദേശക്കാരാവട്ടെ, ആ കർമ്മം എന്ന നിലയ്ക്ക് അതിനൊരു വിധി വേണം. ആ വിധി ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് തുഹ്ഫ, മഹാനായ ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫ. ആ തുഹ്ഫയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഗൗരവതരമായ അപകടകരമായ മുറിവേൽപ്പിക്കൽ, കുത്തല്, പാമ്പനെ കൊണ്ട് കടുപ്പിക്കൽ പോലുള്ളതായ ഇടപാടുകൾ അത് നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നും അപകടം വരികയില്ല എന്നും പതിവ് കൊണ്ടോ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ അനുഭവം കൊണ്ടോ ബോധ്യം വന്ന ആൾക്ക് അത്തരം ഇടപാടുകൾ പ്രവർത്തിക്കാം, അത് ജായിസാകുന്നു, കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതടിസ്ഥാനത്തിൽ കുത്തി മുറിവേൽപ്പിച്ച ആളുകൾക്ക് അങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്നതിൽ യാതൊരു അപകടവും വരാറില്ല, കുഴപ്പം വരാറില്ല എന്ന് അവർക്ക് മികച്ച ധാരണയുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് കുത്താവുന്നതാണ്, പൊളിക്കാവുന്നതാണ്, പൊളിച്ചിട്ട് കാണിക്കാവുന്നതാണ്, കൂട്ടാവുന്നതുമാണ്. അത് ഏത് സർക്കസുകൾക്കും ബാധകമാകാണ്. അതല്ല, ഒരു കല ആണത് നഷ്ടം. ഒരു കല എന്ന നിലയിൽ സർക്കസില്ലേ വലിയ അഭ്യാസം. സർക്കസ് സാധാരണ റോഡ് കാണുന്ന സർക്കസ്, പണം കൊടുക്കേണ്ടാത്തൊരു സർക്കസ് ഉണ്ടല്ലോ. ഒരു കോലും അങ്ങനെ ഒരു പെൺകുട്ടിനെ, ചെറിയ കുട്ടികളെയൊക്കെ കുത്തിയിട്ട് നിർത്തുന്നേ അല്ലെ, ഒരു കുന്തത്തും അങ്ങനെ നിർത്തിയിട്ടുള്ള നമുക്ക് കണ്ടാൽ വലിയ അപകടം തോന്നുമല്ലോ. എന്ന മാതിരി ട്യൂബ് പൊട്ടിക്കും വയറുകൊണ്ട്, അപകടം തോന്നും. ഈ കോലും അങ്ങനെ കുത്തിയിട്ട് വലിയൊരു കുട്ടിനെ മേപ്പെട്ട് കെട്ടിച്ചതിന്റെ ശേഷം പിന്നെ കോലങ്ങ് തട്ടും, എന്നിട്ട് ആ കുട്ടിനെ ഇങ്ങോട്ട് എടുക്കും, ഇങ്ങനെ കുത്തിയിട്ട് നിർത്തും. ഇതൊക്കെ സർക്കസാണ്. ഇത്തരം അഭ്യാസങ്ങളൊക്കെ ഇതിനെ വിധി. ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ട് കുഴപ്പം വരില്ലെന്നും നാശം വരില്ലെന്നും അപകടം പിണയില്ലെന്നും ഉറപ്പുള്ള ആളുകൾക്കോ മികച്ച ധാരണയുള്ള ആളുകൾക്കോ അത്തരം അഭ്യാസങ്ങൾ കലാപരമായി പ്രകടിപ്പിക്കാവുന്നതാണ്. ഈ നിലയിൽ റിഫായി ത്വരീഖത്തിലെ മഹാശൈഖുമാര് പണ്ടത്തെ കാലത്ത് ത്വരീഖത്തിലെ റിഫായി ഷെയ്ഖിന്റെ കറാമത്ത് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള മുറ എന്ന നിലക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു കല എന്ന നിലക്കും അവതരിപ്പിക്കുകയാണെങ്കിൽ രണ്ടും ജായിസാകുന്നു, കുഴപ്പമില്ലാത്തതാകുന്നു, അപകടം പ്രശ്നമല്ലെങ്കിൽ എന്ന്. മനസ്സിലായിട്ടാ?